وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. വേദിയിലുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പറയുന്നതും കേൾക്കുന്നതും ഇതിന്റെ പിന്നിലുള്ള എല്ലാ അധ്വാനങ്ങളും പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. അസർ നമസ്കാരം നിർവഹിച്ചിട്ടില്ല പലരും. ഒരു 5 മണിക്ക് മുമ്പേ നമുക്ക് അസർ നമസ്കാരത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പൊ സമയം 4:25. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറിൽ താഴെയുള്ള സമയത്ത് നമ്മുടെ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ചെറിയ വാക്കുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയത് ഒരു പ്രസംഗം കേൾക്കാനല്ല എന്നാണ് ഈ സദസ്സിന്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് മനസ്സിലായത്. നമ്മുടെ കുട്ടികളെ അംഗീകരിക്കുക, ആദരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കാളികളാകുക, ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ഒരു നീണ്ട പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ ഈ സംഗമത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുന്നു. നിങ്ങൾ കണ്ടിരിക്കും, ധാർമ്മിക പരിരക്ഷയ്ക്ക് കരുതലിന്റെ കൈത്താങ്ങ് എന്നാണ് അതിന്റെ തലക്കെട്ട്. സംഗതി എന്താണെന്ന് മനസ്സിലായി. ധാർമ്മിക പരിരക്ഷയ്ക്ക് കരുതലിന്റെ കൈത്താങ്ങ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ വയനാടിന് വേണ്ടി ഉരുൾപൊട്ടലിൽ തകർന്നു പോയ വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന പേരിൽ നമ്മുടെ നാട്ടില് സാമ്പത്തിക വിഭവ സമാഹരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ കൈത്താങ്ങ് ആ വയനാട്ടിൽ വീട് പോയവരെ താങ്ങി നിർത്താനുള്ള നമ്മുടെ ശ്രമമാണ്. പക്ഷെ ഇവിടുത്തെ കൈത്താങ് എന്താണ്? ധാർമ്മിക പരിരക്ഷയ്ക്ക് കരുതലിന്റെ കൈത്താങ് എന്ന് പറയുമ്പോൾ, ഇന്നലെ ഞാൻ ഒരു വാർത്ത സാമൂഹ്യ മാധ്യമത്തിലാണ് വായിച്ചത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് എറണാകുളം മഹാരാജാസ് കോളേജ്. വാർത്തകളിലും വർത്തമാനങ്ങളിലുമൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കാറുള്ള, ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് മഹാരാജാ കോളേജിന്റെ ക്യാമ്പസ്. ആ കോളേജിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിലെ വലിയ ഒരു ചർച്ചയാണ്. അതായത് ഈ വർഷം മുതൽ ആ കോളേജിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കോമൺ ടോയ്ലറ്റാണ്. സാധാരണ നമ്മുടെ സ്കൂളിലൊക്കെ ആൺകുട്ടികൾക്കുള്ള മൂത്രപ്പുര, പെൺകുട്ടികൾക്കുള്ളത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തി 2 ഭാഗത്തേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും പോയി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാറുണ്ട്. ആൺകുട്ടിയുടെ മൂത്രപ്പുരകളിൽ ഒരു പെൺകുട്ടിയെ കണ്ടാലും പെൺകുട്ടികളുടെ മൂത്രപ്പുരയിൽ ഒരു ആൺകുട്ടിയെ കണ്ടാലും അതത്ര നല്ല സംഗതിയായി നമ്മളാരും കാണാറില്ല. എന്നാൽ ഈ കോളേജിൽ പുതുതായി നടപ്പിലാക്കുന്ന പുതിയ ചില പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരൊറ്റ ബാത്റൂം എന്ന ആശയം വരുന്നത്. സത്യത്തില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബാത്റൂം ഉപയോഗിച്ച എന്ത് നന്മയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്? എന്തൊരു സംസ്കരണമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്? ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ അവർ പഠിക്കുന്ന സ്ഥാപനത്തിനോ അവരുടെ കുടുംബങ്ങൾക്കോ അവർ ജീവിക്കുന്ന ലോകത്തിനോ ഈ ഒരു സംഗതി കൊണ്ട് എന്ത് നേട്ടമാണ്, എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ നമ്മുടെ തലമുറക്ക്
അവരുടെ കൈവശം ഉണ്ടാവേണ്ട ധാർമ്മികത എന്ന സംഗതിയെ ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പലരും ചേർന്ന് നെക്കി കൊന്നുകൊണ്ടിരിക്കുക. ആ ധാർമ്മികത മരിച്ചു പോകാതിരിക്കാൻ, ആ ധാർമ്മികത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ ധാർമ്മികത തകർന്നു പോകാതിരിക്കാൻ കരുതലിന്റെ ഒരു കൈത്താണ് എന്താ പറഞ്ഞേ, അത്തരം വൃത്തികേട് നമ്മുടെ മക്കളിലേക്ക് വന്ന് ചേരാതിരിക്കാൻ, അത്തരം വൃത്തികേടുകളിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കാൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹത്തിന്റെ ഒരു കരുതൽ നമ്മളുടെ മക്കളുടെ കൂടെ ഉണ്ടാവണം എന്നാണ് ആ മുദ്രാവാക്യത്തിന്റെ ആകത്തുക. ഇവിടെ നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ പറ്റി പൊതുവെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് കാട്ടിയിട്ട് കാര്യമില്ല, ഓരങ്ങനെയാണ്, ഓരങ്ങനെ തന്നെയാവുള്ളൂ എന്ന് പറഞ്ഞ് മാതാപിതാക്കളൊക്കെ മാറി നിൽക്കുക. നമ്മളെ കുട്ടികൾ കാണിക്കുന്ന, ചെറിയ കുട്ടികൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികൾ കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് അയൽക്കാരോട് അത്ഭുതം പറഞ്ഞ് നമ്മൾക്ക് എന്താ ചെയ്യല്ലേ, പത്ത കാട്ട കുട്ടികളുടെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൈവഴുകി നമ്മൾ മാറി നിൽക്കുക. നമ്മളൊരു ഭാഗത്തും നമ്മുടെ കുട്ടികൾ ഒരു ഭാഗത്തും ജീവിക്കുക. സത്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു അമാനത്താണ്. എന്താ അമാനത്ത്? അമാനത്ത് എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലാണോ അത് സൂക്ഷിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്, ആ രൂപത്തിൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഓരോരുത്തരായിക്കോട്ടെ, ഓരെങ്ങനെയായിക്കോട്ടെ, ഓരല്ലേ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. എന്താകുമ്പോ നമ്മൾ നോക്കിക്കുന്ന കാര്യം, നമ്മൾ പൂർണ്ണമായിട്ടും അവരെ വിട്ട് നമ്മൾ സുരക്ഷിതമായ ഒരു മേഖലയിലേക്ക് മാറിയിരിക്കുക. ഇവിടെ ഓരോ മാതാവും പിതാവും മനസ്സിലാക്കേണ്ട സംഗതി, നമ്മുടെ മക്കൾ ജീവിക്കുന്ന ലോകത്തിന്റെ ഒരു പ്രത്യേകത, അത് വല്ലാത്തൊരു ലോകം. ഇന്നലെ നമ്മുടെ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടിയ വേഗക്കാരനെ കണ്ടെത്താറുള്ള, ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരനെ കണ്ടെത്താറുള്ള മത്സരം ഏത് മത്സരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ താരത്തെ കണ്ടെത്താറുള്ളത്? 100 മീറ്റർ ഓട്ട മത്സരത്തിലാണ്. ഒളിമ്പിക്സിലെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് അയാളാണ് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ഓട്ടക്കാരൻ. വർഷങ്ങൾക്ക് മുമ്പ് ഉസൈൻ ബോൾട്ട് എന്ന ഒരു വേഗം കൂടിയ ഓട്ടക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. അന്ന് ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ഓടി തീർത്ത സമയം, ആ സമയത്ത് ഈ വർഷം അതേ സമയത്തിൽ 100 മീറ്റർ ഓടി തീർത്ത വ്യക്തി ആ മത്സരത്തിലെ ഏറ്റവും അവസാനത്തെ സ്ഥാനത്തായിരുന്നു. അഥവാ അന്ന് ഉസൈൻ ബോൾട്ട് ഓടാനെടുത്ത സമയത്തിന്റെ അത്രയും വേണ്ടി വന്നിട്ടില്ല ഇന്ന് 100 മീറ്റർ ഓടാൻ. മനസ്സിലായി? ലോകത്തിന്റെ വേഗത വർദ്ധിച്ചു 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 വരികയാണ്. ആ വേഗം കൂടിയ ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. നമ്മളാവട്ടെ ആ പഴയ കാലത്തിന്റെ ചിന്തകളും പഴയ കാലത്തിന്റെ ഓർമ്മകളുമായി ആ പഴയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പഴയ കാലത്ത് ജീവിക്കുമ്പോ നമ്മുടെ കൂടെ ജീവിക്കുന്ന കുട്ടികൾ വളരെ വേഗത്തിലുള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോ സ്വാഭാവികമായി അവരുടെ വേഗത ഒന്ന് കൂടും. ആ വേഗത്തിൽ നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുമ്പോ അവർക്കൊപ്പം എത്താനും അവരെ ചേർത്ത് പിടിക്കുവാനും മാതാപിതാക്കളായ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും സാധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മക്കളെയും കുടുംബത്തെയും തന്നപ്പോ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം കേട്ടോ. ഇത് അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വിലപ്പെട്ട കണ്ണികളായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ നരകത്തിന്റെ തീജ്വാലയിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി കാവലിരിക്കുക എന്നത് മാതാപിതാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ എന്താ നമ്മൾ ചെയ്യാ, ഒരങ്ങനല്ലേ ഒരിങ്ങനല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാനാവില്ല. നമ്മുടെ കുട്ടി നമ്മുടെ ചോരയാണവൻ, നമ്മുടെ ജീവനാണവൻ. ആ നമ്മുടെ ജീവനായ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൻ
ഒരു കാരണവശാലും നാളെ നരകത്തിന്റെ വിറകാവാൻ പാടില്ല എന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാട്, തീരുമാനം, അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഓരോ മാതാവിന്റെയും പിതാവിന്റെയും ഭാഗത്തുണ്ടാകണം. അല്ലാതെ കുട്ടികൾ പറയുന്നതനുസരിച്ച് അത് തിരുത്താനാവാതെ എന്നാൽ അവരങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തിന്മയുടെ മാർഗത്തിലേക്ക് അവരെ പറഞ്ഞുവിടാൻ ആ മക്കളെ സ്നേഹിക്കുന്ന ഒരു മാതാവിനോ പിതാവിനോ സാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പേരക്കുട്ടികളോട് എന്തോ ഇഷ്ടമായിരുന്നു. ഹസനും ഹുസൈനും പ്രവാചകന് ഭയങ്കര ഇഷ്ടപ്പെട്ട കുട്ടികളാണ്. ഒരിക്കൽ പ്രവാചകന്റെ നിസ്കാരത്തിൽ സുജൂദിൽ ഒരുപാട് നീളം കൂടി. അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോ പിന്നീടുള്ള സഹാബിമാർ ചോദിച്ചു, എന്റെ നബിയെ സുജൂദ് ഭയങ്കര ദീർഘായല്ലോ, അങ്ങനെ വല്ല പുതിയ വല്ല നിയമം ഉണ്ടായിട്ടുണ്ടോ ഇസ്ലാമിൽ? അപ്പൊ റസൂൽ പറഞ്ഞു, എന്താ ചെയ്യാ, പേരക്കുട്ടി വന്നുകാണ്ട് പ്രവാചകന്റെ പരിധിയിൽ കയറി ഇരുന്ന് സുജൂദിന്റെ സമയത്ത്. എന്നാ പിന്നെ അവൻ ഇറങ്ങിപ്പോട്ടെ എന്ന് വിചാരിച്ച് പ്രവാചകൻ ആ സുജൂദിന് ദീർഘമായിട്ട് കടന്നതാ. അത്ര ഇഷ്ടമായിരുന്നു പ്രവാചകൻ കുട്ടികളെ. പ്രവാചകൻ വെള്ളിയാഴ്ച കുത്തുവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ പേരക്കുട്ടികൾക്ക് പള്ളിയിൽ കൂടെ അങ്ങനെ വീടും നീച്ചും ഉരുണ്ടും പറഞ്ഞും വരുന്ന വലിയ കുപ്പായത്ത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടികളെ എടുത്ത് തന്റെ മിമ്പറിൽ തന്റെ രണ്ട് ഭാഗത്ത് ഇരുത്തിയിട്ട് ബാക്കി സംസാരിക്കുന്നത്. അത്ര ഇഷ്ടാവസരമുള്ള കുട്ടികളെ. ആ കുട്ടികളിൽ ഒരാളെയും കൊണ്ട് പ്രവാചകൻ മദീനത്തെ പള്ളിയിലേക്ക് പോയപ്പോ ആ കുട്ടി പള്ളിയുടെ മൂലയിൽ ഉണ്ടായിരുന്ന സകാത്തിന്റെ കാരക്കയിൽ നിന്ന് ഒരു കാരക്ക എടുത്ത് ആ കുട്ടി തിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ വായ ശക്തമായി പിടിച്ച് അവന്റെ വായിൽ നിന്ന് ആ കാരക്ക തോണ്ടി പുറത്തേക്ക്. ചെറിയ കുട്ടിയല്ലേ, അവന് ഇഷ്ടമാണ് ഒരു കാരക്ക തിന്നോട്ടെ, ആരാ ഒരു കാരക്ക എടുത്താ ചോദ്യം ചെയ്യാം, ആരാ കുറ്റം പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ മൂർത്താവിൽ ഉമ്മ വെച്ചുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞത്? മോനെ, നിനക്കറിയില്ലേ മുഹമ്മദിന്റെ കുടുംബത്തിന് അഥവാ നമ്മുടെ കുടുംബത്തിന് ഈ സക്കാത്തിന്റെ സ്വത്ത് അല്ലാഹ് ഹറാമാക്കിയതാണെന്ന് മോനെ നിനക്കറിയില്ലേ? ആരോടെ പറഞ്ഞത്? 4 or 5 വയസ്സുള്ള തന്റെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടിയോടാണ് റസൂൽ പറയുന്നത്. മോനെ, അല്ലാഹു നമ്മുടെ കുടുംബത്തിന് ഈ സക്കാത്തിന്റെ സ്വത്ത് ഹറാമാക്കിയിട്ടുണ്ട്. ഈ കാരക്ക സകാത്തിന്റെ കാരക്കയാണ്, അതുകൊണ്ട് അത് നമുക്ക് തിന്നാൻ പാടില്ല കേട്ടോ. ആ പ്രവാചകൻ കുട്ടിയുടെ വായിൽ നിന്ന് ആ കാരക്ക ബലമായി പ്രവാചകൻ പുറത്തേക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിലെ ഒരു കൊച്ചു കുട്ടി പോലും അല്ലാഹുവിന്റെ നരകത്തിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തി നമ്മൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികളൊക്കെ പലജാതി ലോകത്തെ ടെലിവിഷനുകളും സാമൂഹ്യ മാധ്യമങ്ങളും അതേപോലെ മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റുകളും ഒക്കെ ഉള്ള വല്ലാത്ത ഒരു ലോകത്താണ്. നമുക്ക് പലർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ വൈകൃതങ്ങൾ മനസ്സിലാക്കാനോ തെറ്റുകൾ മനസ്സിലാക്കാനോ അത് തിരുത്തി കൊടുക്കാനോ നമുക്ക് പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഈ തിന്മകൾ പ്രചരിപ്പിക്കാൻ മറുഭാഗത്ത് അഥവാ തിന്മയുടെ ഭാഗത്ത് അതിശക്തമായ പ്രചാരണങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും തോന്നിവാസങ്ങളും എത്രയാണ് നമ്മുടെ മക്കളുടെ കൈവെള്ളയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണെന്ന് പറയാൻ, അത് വേണ്ടാത്തതാണെന്ന് പറയാൻ നമുക്കൊരു സമയമില്ല, നമുക്കൊട്ട് മനസ്സിലാവുന്നില്ല, നമ്മളൊട്ട് കാണുന്നില്ല. ഒരു പ്രണയത്തിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിയെയും കൊണ്ട് അവരുടെ ഉമ്മ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്നിരുന്നു. അപ്പൊ ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ കുട്ടിയെ ഭയങ്കരമായി ശ്രദ്ധിക്കാറുണ്ട്, സ്കൂളിലെ ടീച്ചർമാരായിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്, ടീച്ചർമാർ പറഞ്ഞ പോലെ ഓളെ ബാഗ് പുസ്തകമൊക്കെ ഞാൻ എപ്പോഴും പരിശോധിക്കാറുണ്ട്, ഓള് മൊബൈലിൽ എന്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്, വാട്സാപ്പ് ഒക്കെ ഞാൻ അവൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പ് ശരിക്കും പരിശോധിക്കാറുണ്ട്, അവള് ഡെലിറ്റ് ചെയ്തത് എന്തൊക്കെയാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് നോക്കാറുണ്ട്. എന്നിട്ട് ഉസ്താദേ, ഓളിനെ പറ്റിച്ചല്ലോ. ഉമ്മ കരഞ്ഞവരെ കുട്ടിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഈ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കി, ഞാൻ ഈ മോളോട് സംസാരിക്കട്ടെ. അപ്പൊ ആ മോള് ചിരിച്ചോട് പറഞ്ഞു, എന്റെ ഉമ്മ പാവാണ്, അയാളെ പറയാനൊന്നുമില്ല. ഞങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇപ്പം വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കില്ല, അത് പഴയ സിസ്റ്റം. ഞങ്ങളിപ്പോ ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഷെയർ ചാറ്റിലോ ഒക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാറ്. അത് ഉമ്മാക്കി സംഗതി എന്താണെന്ന് അറിയാം. അപ്പൊ ഞാൻ എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ കുഴപ്പമില്ല,
നിങ്ങൾ ശ്രദ്ധിക്കായിട്ടല്ല. പക്ഷേ വാട്സാപ്പും ഫേസ്ബുക്കും നിങ്ങളെ മോൾക്ക് വേണ്ട. അവളിപ്പോ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടതും അയാളുമായുള്ള ബന്ധങ്ങൾ അവൾ ചേർക്കുന്നതും ആ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. അപ്പൊ ഈ ഉമ്മ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആരാ ഒട്ടുമായി കൊടുത്ത് എവിടാ ഒട്ടത് കിട്ടിയത്, ഞാൻ കയ്യ് വെക്കും കാല് വെക്കും എന്നൊക്കെ പറഞ്ഞാല് ഉമ്മ ഭയങ്കരമായി ചൂടായി. ഉമ്മാന്റെ ഈ ഇൻസ്റ്റാഗ്രാം പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ പോലത്തെ എന്തോ സാധനമാണ്. അതായത് അത്രത്തോളം നമ്മുടെ മക്കൾ കൈകാര്യം ചെയ്യുന്ന ഈ സംവിധാനങ്ങളെ കുറിച്ച് പോലും വേണ്ടത്ര അറിവില്ലാത്ത ഒരു കാലത്തെ നമുക്ക് എങ്ങനെ നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ പറ്റുക? പറ്റുക. ഒരു പരിധി കഴിഞ്ഞാൽ ഒരു പ്രായത്തിലെത്തിയാൽ നമ്മുടെ മക്കളോട് ആ മൊബൈലിൽ താഴെ വെക്ക് എന്ന് പറയാൻ പോലും നമുക്ക് പേടിയല്ലേ? രാത്രി ഭർത്താവിന് ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുത്തു വന്ന ഉമ്മ, ആ ഉമ്മ മൊബൈലിന്റെ സമയം നോക്കിയപ്പോ വെറുതെ ഇങ്ങനെ മാറ്റി നോക്കിയപ്പോഴാണ് കണ്ടത് ഉമ്മാന്റെ മോൾ ഉറങ്ങിയിട്ടില്ല. അപ്പോഴും ഓൺലൈനിലാണ്. രാത്രി 1 മണി കഴിഞ്ഞിട്ട്. അപ്പൊ ഉമ്മ പേടിയോടുകൂടി വാപ്പാനോട് പറഞ്ഞിട്ട് നോക്കാണി നമ്മുടെ മോള് ഉറങ്ങിയിട്ടില്ലട്ടോ, ഇപ്പോഴും ഓൺലൈനിൽ കാണുന്നുണ്ട്. മോള് അമേരിക്കയിലൊന്നല്ല, അവര് കിടക്കുന്ന റൂമിന്റെ തൊട്ട് മുകളിലത്തെ റൂമിലാണ് +2 പഠിക്കുന്ന മകളുള്ളത്. അവരുടെ മൊബൈൽ ഫോൺ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ബാപ്പ പറഞ്ഞു ഉമ്മ എന്നിട്ട് പോയോക്കിയാ ഇത് ചോദിച്ചോക്കിയ അവരോട് ഈ നട്ടപ്പാറൊക്കെ എന്താ മൊബൈലിൽ പണി? ഉമ്മാനെ ഞാൻ പോകില്ല, 2 മണി പോയോക്കി പറഞ്ഞു. രണ്ടാളും പോയില്ല. രണ്ടാൾക്കും പേടിയ. നേരം കൊടുത്തപ്പോ എന്നോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഒന്ന് ഒരു കാര്യം ചെയ്യോ, ഞങ്ങളെ മോളെ വിളിച്ച് സംസാരിക്കുവോ? എന്താ പ്രശ്നം? ഒന്നുമില്ല. രാത്രി 1:30 മണിക്കും അവളുടെ മൊബൈൽ ഫോണ് ഓണാണ്, അവളത് സജീവമാണ്. ഈ 1:30 മണിക്കൊക്കെ എന്താ അവർക്ക് മൊബൈലിൽ പണിയെന്ന് നിങ്ങളെ മോളോടൊന്ന് ചോദിച്ചു നോക്കോ? ഞാൻ പറഞ്ഞ പൊന്നാരക്കാർക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കുന്ന മോളല്ലേ, ആ മൊബൈലിൽ നെറ്റ് കേൾക്കാനുള്ള പൈസ വരെ നിങ്ങൾ കൊടുത്തിട്ട് വേണ്ടേ? നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടെ ഈ രാത്രി 10 മണിക്ക് എന്താ പണി, 1 മണിക്ക് എന്താ പണി? പേടിയാണ് ഉസ്താദെ, നിങ്ങൾ ഓരോ വർത്താനം കേൾക്കുന്നില്ലേ? നമ്മൾ എന്തെങ്കിലും ചോദിച്ചാല് അത് ഓർക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ബാത്റൂമിൽ കയറുക, കയ്യിൽ നിന്ന് നിരന്ന് മുറിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാക്കുക കെട്ടിത്തൂക്കി ശ്രമിക്കുക. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നുള്ളൂ. അതുകൊണ്ട് ചോദിക്കാൻ പേടിയാണ് ഉസ്താദെ. അതുവരെ ഈ കുട്ടിയുടെ വാക്കിനെ പറയുന്നത് മാതാപിതാക്കൾ പോലും നമ്മുടെ മക്കളെ കൈവിട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്നാര സഹോദരന്മാരെ പിന്നെ ആരാണ് നമ്മുടെ മക്കളെ നോക്കാറ്? അധ്യാപകർക്ക് പരിധികളുണ്ട്, പോലീസിന് പോലും പരിധികളുണ്ട്, കോടതികൾക്കും നിയമ സംവിധാനങ്ങൾക്കും പരിധികളുണ്ട്. പരിധികളില്ലാതെ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ ചില കുട്ടികളെ കൊണ്ടുവന്നാക്കുമ്പോഴേ രക്ഷിതാക്കൾ പറയും നന്നായിട്ട് അടിച്ചോളണ്ടി, നിങ്ങൾ എത്ര അടിച്ചാലും ഞങ്ങൾക്കൊരു പരാതിയില്ല, ഞങ്ങൾ നിങ്ങളോട് ഒന്ന് ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുരുത്തക്കേട് കാണിച്ചാല് നന്നായിട്ട് അടിച്ചോളണ്ടി. ഞങ്ങൾ ആരും വരെ അടിച്ചിട്ടില്ല. കാരണം അടിച്ചാൽ ഈ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ ആവുന്ന സംഗതി. ഈ കുട്ടികളുടെ കയ്യിലൊക്കെ നമ്പറുണ്ട്, ഒരു 1099 ഒക്കെ. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചിട്ട് ഉസ്താദിനെ അടിച്ചു എന്ന് പറഞ്ഞാല് പിന്നെ ആ ഉസ്താദിനെ നമ്മൾ ജയിലിലാണ്. അതാണ് കാര്യം. അതുകൊണ്ട് പൊന്നാര മാതാപിതാക്കളെ, നമ്മളെങ്കിലും നമ്മുടെ മക്കളെ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളെ നോക്കാൻ, അവരെ നന്നാക്കാൻ, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നന്മയുടെ ഭാഗം അത്ര ശോഷിച്ച് പോയിട്ടുണ്ട്. എന്നാൽ തിന്മയുടെ ഭാഗം അങ്ങനെയല്ല. തിന്മയുടെ ഭാഗം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കോളേജിൽ നമ്മള് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെരുപ്പ് അഴിച്ചു വെക്കാൻ പ്രത്യേക സ്ഥലം ഉണ്ടാക്കി. എന്ന് പറഞ്ഞാല് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ സ്ഥലത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചാൽ ക്ലാസ് വിടുമ്പോ ആ ചെരുപ്പിന് വേണ്ടി തിരക്കാണ്, അവിടെ ആണും കൊണ്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളൊരു നിർദ്ദേശം വെച്ച് ആൺകുട്ടികളെ ചെരുപ്പ് ഇവിടെ, പെൺകുട്ടികളെ ചെരുപ്പ് ഇവിടെ. ഇപ്പോഴത്തെ കാഴ്ച കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെട്ട് നോക്കാറുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ചെരുപ്പ് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് തന്നെയാണ് മിക്കവാറും പെൺകുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത്. വലിയ പോരാട്ടങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായി, അതിലെ സമരങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ശാരീരിക വ്യത്യാസങ്ങൾ ഇല്ലാതാവുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. അവരിയ്ക്കുന്ന ഇടങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ കൂട്ടുകെട്ടുകളും അവരുടെ സംവിധാനങ്ങളും ഈ ഒരു വലിയ ആപത്തിലേക്ക് പോകുന്നത് നമ്മൾ പോലും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ധാർമ്മികതയുടെ പരിരക്ഷയ്ക്ക് മാതാപിതാക്കളാക്കുന്ന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഒന്നാമത്തെ കൈത്താങ്ങ് നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മികത കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് പാടില്ലാത്തതാണ്,
ഇതാണ് പാടുള്ളത് എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോഴത്തെ വലിയ പ്രശ്നം അറിയുന്നത് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആവാൻ കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഏതൊരു കുട്ടിയും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവൻ പ്രകൃതിയുടെ ഒരു ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ജനിക്കുന്നത്. ഒരു കുഴപ്പമുണ്ടാവില്ല. അവന്റെ മാതാപിതാക്കളാണ് പിന്നെ അവനെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഈ പരുവത്തിലാവാൻ മാതാപിതാക്കൾ ഒരു വലിയ കാരണമാകുന്നുണ്ട്. നേരത്തെ ഇവിടെ ആരോ പിന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ആ നന്മകളിലേക്ക് മക്കളെ ചേർക്കാനും പലപ്പോഴും മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല. ഞാനൊക്കെ ഇപ്പോ ഈ മുമ്പിൽ ഇരിക്കുന്ന രക്ഷിതാക്കള് ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മൾ പഠിച്ചിരുന്ന കാലം ആലോചിച്ച് നോക്കി. 4 മണിക്ക് സ്കൂൾ വിട്ടു വന്നാല് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കെ 4 മണിക്ക് സ്കൂൾ വിട്ടു വന്നാല് മഴയാവുന്നതിന് എത്ര പണിതരങ്ങൾ, കടയിൽ പോയിട്ട് സാധനം വാങ്ങണം, പിന്നെ പറമ്പിൽ ആണിനെ തീക്കണം, പിന്നെ പശുവിന് പുല്ലുണ്ടാക്കണം. അങ്ങനെ ആ 2 മണിക്കൂറിന്റെ ഉള്ളിൽ കുറെ പണി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ചെയ്യാണ്ട് അത് മേലേക്ക് പോകുന്നതോറും ആ ജോലി ഇങ്ങനെ കൂടി വരും. എന്റെ പ്രിയപ്പെട്ടവർ, ഞാനിപ്പോ ഇന്നലെ നമ്മുടെ കോളേജില് ഡിഗ്രി അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്ന കുട്ടികള് അവര് ഒരു ഡിഗ്രിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാല് അതിന്റെ ആ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ മേലെ ഫോട്ടോ ഒട്ടിച്ച് അതൊരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. ഒന്നും വേണ്ട, ആ കോപ്പി എടുത്തിട്ട് അതിൽ ഫോട്ടോ ഒട്ടിച്ചിട്ട് അതിന്റെ താഴെ ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം. അപ്പോ ഈ സാക്ഷ്യപ്പെടുത്തേണ്ട പേപ്പർ പൂരിപ്പിച്ചതും ഡൗൺലോഡ് ചെയ്തതും കാശടച്ചതും ഒക്കെ കോളേജിലെ അധ്യാപകരാണ്. അവസാനം ഞാൻ അധ്യാപകരോട് പറഞ്ഞു, ഈ ഗസറ്റഡ് ഓഫീസറുടെ സീല് വാങ്ങാനുള്ള ജോലിയെങ്കിലും നിങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കും. 10-18 വയസ്സായ കുട്ടികളല്ലേ, എന്തെങ്കിലും ഒരു ജോലി അവർ ചെയ്യട്ടെ. അതെല്ലാ കുട്ടികൾക്കും അവർ സൈൻ ചെയ്ത് വാങ്ങാനുള്ള ആ പേപ്പർ എല്ലാ കുട്ടികൾക്കും കൊടുത്തു. അവസാനത്തെ പീരീഡ് ആയപ്പോ ആ കുട്ടികൾ സാറേ ഇതെന്താ ചെയ്യണ്ടേ, ഇത് ആരെ കാണിക്കണ്ടേ, ആരെത്താ പോണ്ട്, ആരാ ഗസറ്റഡ് ഓഫീസർ, എവിടെ ഒപ്പിടണ്ട്, എങ്ങനെയുണ്ട്, ഇവർക്ക് ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലേ? ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളല്ലേ, അതൊക്കെ പെരിയിൽ വാപ്പിയൊക്കെ എങ്ങനെയൊക്കെ ചെയ്തത് സാറേ, ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കില്ല. അതെ, നമ്മുടെ ഭാഗത്തുണ്ടായ ഒന്നാമത്തെ അബദ്ധം നമ്മുടെ കുട്ടികളെ ഗൗരവകരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു 10, 12, 13 വയസ്സുള്ള കുട്ടികളോട് നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസ് എവിടെ ചോദിച്ചാൽ അവർക്കറിയില്ല. നിങ്ങളുടെ പിൻകോഡ് നമ്പർ എത്ര ചോദിച്ചാൽ അവർക്കറിയില്ല. നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് എവിടെ ചോദിച്ചാൽ അവർക്കറിയില്ല. വില്ലേജ് ഓഫീസ് എവിടെ ചോദിച്ചാൽ അവർക്കറിയില്ല. എന്നാലോ വീട്ടിൽ ഒരു മാസത്തിൽ പലവട്ടം ആൾക്കാരെ പോകാറുണ്ട്. അതൊക്കെ ബാക്കി പോകും. കുട്ടികളല്ലേ, ഒരു കുട്ടികളല്ലേ. ഒന്നാമത്തെ പാഠം നമ്മുടെ കുട്ടികളെ നമ്മളാണ് ഗൗരവമുള്ള കുട്ടികളായി വളർത്തേണ്ടത്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു കത്ത് വാങ്ങാൻ, റേഷൻ കടയിൽ അരി വാങ്ങാൻ, കാർഡുണ്ടെന്ന് പറഞ്ഞയക്കാൻ, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളെ ഗൗരവകരമായ കാര്യങ്ങൾക്ക് ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോ നമ്മുടെ കുട്ടികൾക്കും തോന്നും, ഞാൻ റേഷൻ ഗൗരവമുള്ള ഒരാളാണ്, എന്റെ അമ്മാക്കും അപ്പക്കൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്റെ വിശ്വാസമാണ് എന്നൊരു തോന്നല് നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാവും. മറ്റൊന്ന്, മതപരമായ ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. നിസ്കരിച്ചോ? ഇല്ല. എന്റെ നിസ്കരിക്കാൻ എനിക്ക് ഭയങ്കര കുഴക്ക്, ഞാൻ നിസ്കരിക്കേണ്ടെന്ന് പറയരുത്. നിസ്കാരം കുഴക്ക് മാറിയിട്ട് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതിട്ടോ എന്ന് മോനോട് പറയണം. ഉറങ്ങുന്നതിന് മുമ്പ് അവരെ വിളിക്കണം. ഒരു കാരണവശാലും നമ്മുടെ കുട്ടി യശാ നമസ്കരിക്കാതെ ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് തോന്നുന്നത് അത്ര നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞപ്പം പിന്നെ അമ്മ നിസ്കാരത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നിസ്കാരം അത്രയൊന്നും നിർബന്ധം ഉണ്ടാവില്ല എന്ന് ആ കുട്ടിക്ക് തോന്നുന്നത്. ഒരു കാരണവശാലും മതപരമായ കാര്യങ്ങളിൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. 7 വയസ്സായ നിസ്കരിപ്പിക്കണമെന്നാണ്. 7 വയസ്സുള്ള കുട്ടിക്ക് നിസ്കാരം നിർബന്ധമല്ല, പ്രായപൂർത്തിയാവുന്നതേ നിർബന്ധമുള്ളൂ. പക്ഷേ 7 വയസ്സുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയെ നിസ്കരിപ്പിക്കേണ്ട ചുമതല ആർക്കുണ്ട്? ഓന്റെ വാപ്പാപ്പന്മാർക്കുണ്ട്. എന്റെ വീട്ടിലെ കുട്ടി 7 വയസ്സായ കുട്ടി നിസ്കരിക്കണില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനാണ്. എനിക്ക് അള്ളാഹുവിന്റെ കുറ്റം കിട്ടും. തീർന്നില്ല.
10 വയസ്സായിട്ട് നമ്മുടെ കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാണ്. അതായത് മതപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തവരായി നമ്മൾ മാറണം. മൂന്നാമത്തെ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കും. മൂന്നാമത്തേത്, മാതാപിതാക്കൾ മാതൃകയാവണം. പണ്ടത്തെ പോലല്ല നമ്മളിങ്ങനെ വയലു പറഞ്ഞ കുട്ടികൾ കേൾക്കുന്നില്ല. കുട്ടികൾ മാതാപിതാക്കൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കാനാണ് കുട്ടികൾ ശ്രമിക്കുന്നത്. അവർ അങ്ങനെ ജീവിക്കാനാണ് പഠിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് മാതാപിതാക്കൾ അങ്ങോട്ടും ചെറിയ ചില കുട്ടികളൊക്കെ സ്കൂളിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൊടുക്കളെ പച്ച തെറി വിളിച്ചു പറയും. ചെറുതില് കേൾക്കാൻ പറ്റാത്ത തെറി. ചിലതൊക്കെ കേട്ടാൽ ഡെറ്റോളിട്ട് കഴിക്കാൻ പോലെ കുട്ടിയാവില്ല. ആചാരി തെറി പറയും കുട്ടികൾ. അവർ നമ്മൾ ഈ കുട്ടികളെ വിളിച്ചുകൊണ്ടേക്കാടാ എവിടുത്തെ കേട്ടത്, ആരാണ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോ ഒട്ടുമിക്ക മക്കളുടെയും മറുപടി കാര്യങ്ങൾ കുട്ടികൾ കള്ളം പറയില്ല. ഒരു ശരിക്കും പറയും, അതെ കഴിയുന്നാളെ അച്ഛനാക്കികളെ ബാപ്പന്മാർ അങ്ങനെ വിളിച്ചിന് അവരുടെ കൂടായിട്ട് പറയും കുട്ടികൾ അല്ലേ. അപ്പൊ വീട്ടില് മാതാപിതാക്കളിൽ നിന്ന് അവരെന്താണോ കാണുന്നത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മുടെ കുട്ടികൾ കൊതിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മാതൃകകളാക്കണം. നമ്മൾ വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലുള്ളവര് ഒരു മുസാഫ് എടുത്തിട്ട് ഒരു പേജെങ്കിലും ഓതുന്ന അവസ്ഥ ഉണ്ടാകണം. ബാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പേജെങ്കിലും വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഓതട്ടെ. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു 10 ആയത്തെങ്കിലും ഓതട്ടെ. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ സജീവമായിട്ട് ഉണ്ടാവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ആഘോഷത്തിന്റെ പേരിലാവാം, മറ്റു കൂട്ടുകെട്ടുകളുടെ പേരിലാവാം, മറ്റേതെങ്കിലും കാര്യത്തിന്റെ പേരിലാവാം. മതവിരുദ്ധമായ സംഗതികൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ മക്കളിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. മതവിരുദ്ധമായ കാര്യങ്ങൾ ചില വീട്ടിലെ ചെന്നാൽ കാണാം, വീട്ടുകാരെ ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൃത്തികളിൽ കാണുന്ന ചില അവസ്ഥകളൊക്കെ ചില വീടുകളിൽ കാണാം. ചില വിവാഹ സദസ്സുകളിലൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് അനിസ്ലാമികമായ കാര്യങ്ങൾക്ക് സാക്ഷികളാവുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത്തരം രംഗങ്ങളിലൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാണ്. മക്കളെ, അത് നമുക്ക് പാടില്ലാത്തതാണ്, അത് നമുക്ക് പറ്റാത്തതാണ്, നമുക്ക് വേണ്ടാത്തതാണ്. നമ്മുടെ മക്കളുടെ മനസ്സിൽ ആ ബോധം ചെറുപ്പത്തിലുണ്ടായാലേ ഒരു വലുപ്പത്തിൽ ഉഷാറാവും. അല്ല ചെറുപ്പത്തിൽ നമ്മളൊക്കെ അതിന്റെ കൂടെ നിന്ന് കൊടുത്തിട്ട് പിന്നെ വലുതാവുമ്പോ അങ്ങനെ പറഞ്ഞ ഒരു കേൾക്കൂല. അതുകൊണ്ട് നന്മയുടെ മാതൃകകളാവുക. തിന്മകളെ നമ്മുടെ വീടുകളിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആ തിന്മകളെ വലിച്ചെറിയാൻ നമ്മൾ നിരന്തരമായി ശ്രദ്ധിക്കുക. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന ചെറുപ്പക്കാരന് പ്രവാചകൻ കൊടുത്ത ഒരു ഉപദേശം. എന്താ ഉപദേശം അറിയോ? യാ ഗുലാം, പൊന്നു മോനെ, യഹ്ഫദില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫദുക, അല്ലാഹു നിന്നെ സൂക്ഷിക്കും. നമ്മുടെ മക്കളെ സൂക്ഷിക്കാനേ പടച്ച റബ്ബല്ലാതെ വേറെ ആവില്ല. നമുക്കിങ്ങനെ CCTV ക്യാമറയുടെ പിന്നാലാക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. നമ്മുടെ മക്കളുടെ ഉള്ളിൽ നിന്ന് ഒരു ബോധം ഉണ്ടാകണം. ഇത് പാടില്ലാത്തതാണ്, ഇത് പറ്റാത്തതാണ്, ഇത് ചീത്തയാണ് എന്ന് നമ്മുടെ മക്കൾക്ക് സ്വയം തോന്നി അവർ പിന്മാറുകയല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗമില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന കുട്ടികളാക്കി വളർത്തുക. നിരന്തരം അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. വളരെ ചെറുപ്പത്തിലെ സ്വർഗ നരകങ്ങളെ കുറിച്ച് മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. നരകത്തിന്റെ ഭീകരതയെ കുറിച്ചും സ്വർഗത്തിന്റെ മനോഹാരിതയെ കുറിച്ചും നമ്മുടെ മക്കളുടെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു കുട്ടിക്ക് ട്യൂമർ ബാധിച്ച് ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാട്ടോ, 7ലോ 8ലോ ആണ്. ക്ലാസ്സിലെ സ്മാർട്ടായ കുട്ടിയായിരുന്നു. ഈ ട്യൂമർ പിടിച്ച് ഈ കുട്ടി ഏറെ വല്ലാത്ത അവസ്ഥയിലായി. അപ്പോ ഈ കുട്ടിയെ കാണാൻ വേണ്ടി കൂടെ പഠിക്കുന്ന സഹപാഠികളും അധ്യാപകരും ഒക്കെ ഈ കുട്ടിയുടെ വീട്ടിൽ വന്ന് അധ്യാപകരൊക്കെ കരഞ്ഞുകൊണ്ടാ വന്ന്. കാരണം അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. ഇപ്പൊ ചികിത്സകളൊക്കെ നിന്ന് മരണത്തിന്റെ മുഖത്ത് ആ കുട്ടി ഇങ്ങനെ ധൈര്യമായി കിടക്കുക. തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ കുട്ടി കിടക്കുക. അപ്പോ ഈ അധ്യാപകരും സഹപാഠികളും വന്ന് ഈ കുട്ടിയുടെ ചുറ്റുഭാഗത്ത് നിന്ന് കണ്ണു തുറച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുട്ടി അവരോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്തിനാ കരയുന്നത്?
നിങ്ങൾ എന്തിനാ കരയുന്നത്? അവർക്ക് ഉത്തരമില്ല. അവരുടെ കരച്ചിലിന്റെ ശക്തി കൂടി. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോവാണ്. ആ സ്വർഗത്തിൽ എന്നെ കാത്തു മാലാഖകളുണ്ട്, അവിടെ പൂന്തോട്ടങ്ങളുണ്ട്, അവിടെ അരുവികളുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. ഞാൻ ആ സ്വർഗത്തിലേക്ക് പോകുന്നതിന് നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പൊ സംഘടനകള് ഈ കുട്ടി ഏകദേശം ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യമായപ്പോ ആ കുട്ടിയുടെ പിതാവ് ആ കുട്ടിയുടെ അടുത്തിരുന്ന് സ്വർഗത്തെ കുറിച്ച് മനോഹരമായ കഥകൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സ് മുഴുവനും സ്വർഗത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അവർക്ക് രോഗം പേടിയില്ല, മരണം പേടിയില്ല. അവൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള കൊതിയില്ല. നമ്മുടെ മക്കൾക്ക് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നരകത്തിന്റെ ഭീകരത പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും അല്ലാതെ ഈ പുതിയ കാലത്ത്, ഈ തിന്മകളുടെ കാലത്ത് നമ്മുടെ മക്കളെ തിന്മയിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ധാർമ്മികതയുടെ സംരക്ഷണത്തിന് ഒരു കൈത്താങ്ങായി നമ്മുടെ മക്കളുടെ കൂടെ എപ്പോഴും നമ്മൾ ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ അവരെ വിട്ടുകളയരുത്, കൈവിട്ട് കളയരുത്. എനിക്കാവില്ല, ഈ രണ്ടതുപോലെ കുട്ടിക്കോന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ കൈവിട്ട് കളയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അവസാന ശ്വാസം വരെ നമ്മുടെ മക്കളെ നരകത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്ന ബോധ്യത്തോടുകൂടി, ബോധത്തോടുകൂടി ആ മക്കളെ ധാർമ്മികതയെ വളർത്തുക. നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ ഉഷാറാവട്ടെ, മദ്രസയിലേക്ക് കുട്ടികൾ വരട്ടെ, മതപഠനത്തിന്റെ അവസരങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ പള്ളികൾ സജീവമാവട്ടെ, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാവട്ടെ. ഇതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നന്മയുടെ മാർഗത്തിൽ നമ്മുടെ മക്കളെ പിടിച്ചു നിർത്താനുള്ള ഏക മാർഗം എന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ ആ രംഗത്ത് സജീവരാവണം. അല്ലാഹു തആല നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.